കുട്ടികളെ നമസ്കാരം. മഹാകവി വള്ളത്തോൾ ഒരരിപ്പിറാവ് എന്ന കവിതയിൽ മുറ്റത്ത് വന്ന് ഇരിക്കുന്ന പ്രാവിനെ നോക്കിക്കണ്ടുകൊണ്ട് അതിനെ വർണ്ണിക്കൽ തുടരുകയാണ്. വിവിധ നിറത്തിലുള്ള നൂല് കൊണ്ട് തീർത്ത ഒരു ശില്പം പോലെയാണ്, ഒരു എംബ്രോയിഡറി വർക്ക് പോലെയോ ഒരു ചിത്രത്തുന്നൽ പോലെയോ ആണ് ആ പിറാവ് എന്നാണ് കവി 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്ന് ആദ്യം ചൊല്ലി നോക്കാം. അലസാതൊരു സൂചിശില്പദക്ഷൻ പല വർണ്ണങ്ങളിലുള്ള പട്ടുനൂലാൽ നലമോടിഹ തയ്ച്ചു തീർത്തതോ നിന്മലർന്നീ എത്ര മനോഹരം പിറാവേ. ഒരു സൂചിശില്പദക്ഷൻ പല വർണ്ണങ്ങളിലുള്ള പട്ടുനൂലാൽ അലസാതെ നലമോട് ഇഹ തയ്ച്ചു തീർത്തതോ പിറാവേ നിൻ മലർമയ്യ് എത്ര മനോഹരം ആണ് എന്നാണ് ഇതിൻ്റെ അന്വയം വരിക. ഒരു സൂചിശില്പദക്ഷൻ, സൂചിശില്പം എന്ന് പറഞ്ഞാൽ സൂചി കൊണ്ട് തുന്നി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശില്പം. അതിൽ ദക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ സമർത്ഥനായിട്ടുള്ള ഒരാൾ, അതാണ് സൂചിശില്പദക്ഷൻ. അപ്പം അങ്ങനെയുള്ള ഒരു സമർത്ഥനായിട്ടുള്ള തുന്നപ്പണിക്കാരൻ, ചിത്രത്തുന്നൽകാരൻ അലസാതെ, അലസ എന്ന് പറഞ്ഞാൽ എന്താ, മടി പിടിച്ച, ഉത്സാഹമില്ലാത്ത എന്നൊക്കെ അർത്ഥം. അപ്പം അലസാതെ എന്ന് പറയുമ്പോൾ മടിയില്ലാതെ, വളരെ ഉത്സാഹപൂർവം അർത്ഥം. ഈ തുന്നൽ പണി ഉണ്ടല്ലോ, അത് വളരെ പെട്ടെന്ന് ചെയ്ത് കഴിയില്ല. വളരെ അതോരോ നൂലായിട്ടെടുത്ത് മെല്ലെ മെല്ലെ ചെയ്യേണ്ട, വളരെ ക്ഷമയോടുകൂടിയും സാവകാശം ചെയ്യേണ്ട ഒരു പണിയാണ്. അപ്പോൾ മടി പിടിച്ചാൽ വല്ലാതെ നീണ്ടുപോകും, മടി വരാൻ സാധ്യതയുണ്ട്. അതില്ലാതെ, അതാണ് അലസാതെ. പല വർണ്ണങ്ങളിലുള്ള പട്ടുനൂലാൽ, പലതരം നിറമുണ്ട്, വിവിധ നിറം നമ്മൾ ആ പക്ഷിയുടെ മേൽ കാണാനുണ്ട്. അത് കവി ഈ ഒരു പട്ടുനൂലിൽ തീർത്ത ഒരു എംബ്രോയിഡറി വർക്ക് പോലെയാണ്, അല്ലെങ്കിൽ ഒരു ചിത്രത്തുന്നൽ പോലെയാണ് കാണുന്നത്. പല നിറത്തിലുള്ള നൂലുകൊണ്ട് നലമോടെ, നന്മയോടെ, നല്ല മട്ടിൽ എന്നർത്ഥം, അങ്ങനെ തയ്ച്ചു തീർത്തതോ, അങ്ങനെ തുന്നി കഴിഞ്ഞിട്ടുള്ള, തീർക്ക എന്ന് പറഞ്ഞാൽ അത് മുഴുമിച്ച എന്നർത്ഥം. അതായത് പകുതിപ്പണിയല്ല, അരപ്പണി ആശാനെയും കാണിക്കരുത്, നിങ്ങൾക്കറിയാം. ഇത് മുഴുവൻ പണി തീർത്തതാണോ അല്ലയോ പിറാവേ നിൻ്റെ മലർമയ്യ്. നിൻ്റെ മലർമയ്യ് എന്ന് പറഞ്ഞാൽ വികസിച്ച, മുഴുവനായിട്ടുള്ള, വലുതായിക്കഴിഞ്ഞ നിൻ്റെ ശരീരം, മലർമയ്യ് എന്ന് പറഞ്ഞാൽ അത് എത്ര മനോഹരമാണ്, എത്ര മനോജ്ഞമാണ്, എന്തൊരു ഭംഗിയാണ് കാണാൻ എന്നാണ് കവി പറയുന്നത്. ചുരുക്കത്തിൽ വളരെ ഭംഗിയായിട്ട് തീർത്തിട്ടുള്ള പല വർണ്ണങ്ങളും നിറങ്ങളുള്ള പട്ടുനൂല് കൊണ്ട് തുന്നിപ്പിടിപ്പിച്ച ഒരു ചിത്രത്തുന്നൽ, എംബ്രോയിഡറി വർക്കിനെ പോലെയാണ്, അല്ലെങ്കിൽ അതിനോട് കവി ഈ പ്രാവിനെ ഉൾപ്രേക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ നലമോട് എന്നുള്ളത് എൻ്റെ അർത്ഥം പൂർണ്ണത, അല്ലെങ്കിൽ നന്മയോടുകൂടി ഭംഗിയായിട്ട് പൂർത്തിയായിട്ട് ചെയ്തുള്ള ഒരു പണി എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ച് ഇരിക്കുന്നത്. ഇത് വസന്തമാലിക ചെറിയ ശ്ലോകങ്ങൾ ആവുക കാരണം ഓരോ ദിവസം 2 ശ്ലോകം വെച്ച് നമുക്ക്
പഠിക്കാം. അപ്പോൾ അടുത്ത ശ്ലോകം കൂടിയും പഠിക്കാം. 5-ാമത്തെ ശ്ലോകം ഇതാണ്. ജനിസിദ്ധിമനോജ്ഞമാർദ്ദവത്താൽ തനിവില്ലീസൊടിടഞ്ഞ താപകാംഗം കനിവിൽ തടവുന്നു ബാലസൂര്യൻ പനിനീർപ്പൂ പണിയുന്ന തൻകരത്താൽ. ജനിസിദ്ധി മനോജ്ഞ മാർദ്ദവത്താൽ തനി വില്ലീസൊടിടഞ്ഞ താവകാംഗം ബാലസൂര്യൻ പനിനീർപ്പൂ പണിയുന്ന തൻകരത്താൽ കനിവിൽ തടവുന്നു എന്ന് ഇതിൻ്റെ അന്വയം പറയാം. ഇവിടെ ബാലസൂര്യൻ ആണ് കർത്താവ്. ബാലസൂര്യൻ താവകാംഗം തടവുന്നു. ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെ വിശേഷണങ്ങളാണ്. എങ്ങനെയുള്ള താവകാംഗം എന്നതാണ് അതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത്. പിറാവെ, അങ്ങയുടെ ജനിസിദ്ധി മനോജ്ഞ മാർദ്ദവത്താൽ തനിവില്ലീസൊടിടഞ്ഞ ഇതാണ്. അത് ജനിസിദ്ധി എന്ന് പറഞ്ഞാൽ ജന്മനാ തന്നെ സിദ്ധിച്ചത്. ജനിക്കുമ്പോൾ തന്നെ അങ്ങനെ ഭംഗിയായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. അതിന് മനോഹരമായിട്ടുള്ള മാർദ്ദവുമുണ്ട്, മൃദുത്വമുണ്ട്, പതുപതുപ്പുണ്ട്. അപ്പോൾ അത് തനി വില്ലീസ്, തനി എന്ന് പറഞ്ഞെങ്കിൽ ഒറ്റയ്ക്കുള്ളത്, അത് കലർപ്പില്ലാത്തത്, വളരെ പരിശുദ്ധമായതെന്നർത്ഥം. പലപ്പോഴും നമുക്ക് വ്യാജൻ ആയിട്ടുള്ളതും ഫേക്കായുള്ളതും ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. ഇത് ഒട്ടും അങ്ങനത്തെ അല്ല. തനി ഒട്ടും കലർപ്പില്ലാത്ത പരിശുദ്ധമായിട്ടുള്ളത് തന്നെയാണ് അർത്ഥം. വില്ലീസ്, വെൽവെറ്റ്, പട്ടുതുണി, അതിനെ തോൽപ്പിക്കുന്നതാണ് താവകാംഗം. എൻ്റെ ശരീരം ജന്മനാഥൻ അത്ര മനോഹരമാണ്. അപ്പോൾ കൃത്രിമമായിട്ട് നിർമ്മിച്ചുള്ള ഈ പട്ടുതുണിയേക്കാളൊക്കെ വളരെ മീതയാണ് എന്നാണ് ഇതുകൊണ്ട് പറയുന്നത്. അങ്ങനെയുള്ള നിൻ്റെ ശരീരത്തെ ബാലാരുണൻ, ബാലസൂര്യൻ, ഉദിച്ചു വരുന്ന സൂര്യൻ, അത് കനിവിൽ തടവുന്നു. വളരെ മാർദ്ദവത്തിൽ, വളരെ മെല്ലെ, വേദനിക്കാത്ത വിധത്തിൽ, വളരെ മൃദുവായിട്ടുള്ള കരുണയോടുകൂടി വാത്സല്യത്തോടുകൂടി തടവുകയാണ്. അത് എങ്ങനെയാ? പനിനീർപ്പൂ പണിയുന്ന തൻകരത്താൽ. പനിനീർപ്പൂവ്, അതിൻ്റെ ശോഭ, അഴക്, നിറം എന്നൊക്കെ ഇതിൽ ദ്യോതിപ്പിക്കുന്നുണ്ട്. ഈ സൂര്യൻ്റെ ഉദിച്ചു വരുന്ന സൂര്യനാണ്. അപ്പോൾ അത് കുറച്ച് തുടുപ്പ് നിറവും പിന്നെ വളരെ മൃദുവായും കൊണ്ടാണ്, വളരെ മെല്ലെയാണ് ബാലസൂര്യൻ ഈ പക്ഷിയെ, ഈ അരിപ്പിറാവിനെ തടവുന്നത് എന്നാണ് കവി പറയുന്നത്. അതായത് ഇപ്പോൾ കുറച്ചും കൂടി ആദ്യം കണ്ടപ്പോൾ കാണാറായ സമയമായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി സമയം കഴിഞ്ഞപ്പോൾ സൂര്യൻ ഉദിച്ചു. അപ്പോൾ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ രശ്മികൾ ഈ പ്രാവിൻ്റെ മേൽ തട്ടി നിൽക്കുന്ന ആ ചിത്രമാണ് കവി നമുക്ക് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. ചുരുക്കത്തിൽ ആ അരിപ്പിറാവ് വിദഗ്ധനായിട്ടുള്ള ഒരു നെയ്ത്തുകാരൻ പല വർണ്ണ നൂലുകൊണ്ട്, പട്ടുനൂലുകൊണ്ട് തുന്നിയുണ്ടാക്കിയ ഒരു ശില്പം പോലെ അഥവാ തുന്നൽ പണി പോലെ മനോഹരമാണ് എന്നും തൻ്റെ ജന്മസിദ്ധമായ മനോഹരമായ മാർദ്ദമുള്ളതുമായ കലർപ്പില്ലാത്തതായ വെൽവെറ്റ് പോലെ പതുപതുത്താണ് അതിൻ്റെ ശരീരം. അതിനെ ബാലസൂര്യൻ പനിനീർപ്പൂവിനേക്കാൾ മനോഹരവും മൃദുലവും വർണ്ണമുള്ളതും ആയ തൻ്റെ കൈകളാൽ, തൻ്റെ രശ്മികളാൽ കരുണാപുരസ്സരം തലോടി എന്നാണ് കവി പറഞ്ഞു കൊണ്ടുവരുന്നത്. കർമ്മസാക്ഷിയായ സൂര്യനു പോലും
തൻ്റെ കയ്യിൽ എടുത്ത് താലോലിക്കണം ഇതിനെ എന്ന് തോന്നത്തക്ക വിധം അത്രയും മനോഹരമാണ്, കോമളമാണ് ഈ പ്രാവിൻ്റെ ശരീരം. അത് അത്രയ്ക്കും പ്രിയദർശനൻ ആണ് എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ ശ്ലോകങ്ങൾ രണ്ടും ഒരു തവണ കൂടി ചൊല്ലാം. അലസാതൊരു സൂചിശില്പദക്ഷൻ പല വർണ്ണങ്ങളിലുള്ള പട്ടുനൂലാൽ നലമോടിഹ തയ്ച്ചു തീർത്തതോ നിന്മലർമീയത്ര മനോഹരം പിറാവേ. ജനിസിദ്ധി മനോജ്ഞമാർദ്ദവത്താൽ തനിവില്ലീസൊടിടഞ്ഞ താവകാംഗം കനിവിൽ തടവുന്നു ബാലസൂര്യൻ പനിനീർപ്പൂ പണിയുന്ന തൻകരത്താൽ. ഈ രണ്ട് ശ്ലോകങ്ങളിലും സജാതീയ ദ്വിതീയ അക്ഷരപ്രാസമുണ്ട് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പനിനീർപ്പൂ പണിയുന്ന എന്ന ലക്ഷിതോപമ കൊണ്ട് നിറം, ഭംഗി, സ്പർശസുഖം എന്നിവ വ്യഞ്ജിപ്പിക്കുന്നുണ്ട് എന്നതും കാണാതെ പോകരുത്. ഇത്രയും ഈ ശ്ലോകങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്താം. അടുത്ത ശ്ലോകം നാളെ ആവട്ടെ. എല്ലാവർക്കും നമസ്കാരം.